ടീച്ചറമ്മ കുടുങ്ങാൻ പോകുന്നു എന്ന വാർത്ത കേട്ടാൽ കേരളത്തിലെ സകല ആളുകൾക്ക് പോലും ഞെട്ടും. കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അത്രയ്ക്കായിരുന്നല്ലോ ടീച്ചറമ്മയുടെ പെർഫോമൻസ്. പക്ഷെ ആ വാഴ്ത്തിപ്പാടലുകൾക്കും പൊക്കിപ്പിടിക്കലുകളും ഇടയിൽ ഇല്ലാതെ പോയത് ഒരു പെൺകുട്ടിയുടെ ജീവിതമായിരുന്നു. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു അവൾക്ക് ആ മുറിവിന് പരിഹാരം കിട്ടാൻ. സ്വന്തം മണ്ഡലത്തിലെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടുവെന്നും അവളെ കൗൺസിൽ ചെയ്തവർ മാനസികമായി തളർത്തിയെന്നും നേരിട്ട് പറഞ്ഞിട്ടും ഒരു ചെറുവിരൽ അനക്കുവാനോ മുഖത്തിരിക്കുന്ന ആ കണ്ണടയൊന്ന് നേരെ വെച്ച് ആ പരാതി ഒന്ന് വായിക്കാനോ കെ ശൈലജ തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് പാലത്തായി പീഡന കേസ് വിധി പറഞ്ഞപ്പോൾ കോടതി പോലും ശൈലജയ്ക്കെതിരെ പറഞ്ഞത്. കോടതി പരാമർശം വന്നപ്പോൾ അയ്യോ എന്റെ കൈകൾ ശുദ്ധമാണെന്ന പതിവ് നാടകവുമായിട്ട് ശൈലജ എത്തി. പക്ഷെ ഇപ്പോൾ എന്തായി? വനിതാ ശിശുവികസന വകുപ്പിലെ കൗൺസിലറെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവരായിരുന്നു കുട്ടിയോട് മോശമായ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിപ്പിച്ചത്. പാലത്തായി കേസിന്റെ വിധി പറയുന്നതിനിടയിലാണ് പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകിയവർക്കെതിരെ കോടതി ആരോപണം ഉയർത്തിയത്. കുട്ടിയെ മാനസികമായി തകർക്കുവാൻ ശ്രമിച്ച കൗൺസിലർമാർക്ക് ഈ ജോലിയിൽ തുടരുവാൻ അനുവാദമില്ല എന്നായിരുന്നു കോടതി വ്യക്തമാക്കിയത്. അപ്പോഴായിരുന്നു അതിജീവതയെ കൗൺസിലിംഗ് ചെയ്തവർക്കെതിരായ പരാതിയിൽ മന്ത്രി എന്ന നിലയിൽ നടപടിയെടുത്തില്ല എന്ന് വിധിന്യായത്തിൽ വ്യക്തമായി പറയുന്നുവെന്നും അന്ന് വനിതാ ശിശുക്ഷേമ മന്ത്രിയായിരുന്ന കെ ശൈലജ സ്വന്തം വകുപ്പിലെ പ്രശ്നങ്ങൾ തീർക്കാനോ കേൾക്കാനോ ഉള്ള മനസ്സവർ കാണിച്ചില്ല എന്ന് കൂടി കോടതി പരാമർശം നടത്തിയത്. പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ കൗൺസിലർമാരെ പിരിച്ചുവിടണമെന്നും കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. അന്നത്തെ ശിശുക്ഷേമ മന്ത്രി കെ ശൈലജയുടെ സ്വന്തം മണ്ഡലത്തിൽ നടന്ന ക്രൂര സംഭവമായിരുന്നു പാലത്തായി പോക്സോ കേസ്. മന്ത്രിയുടെ ഭാഗത്ത് അനാസ്ഥയുണ്ടായെന്ന് അന്നേ വിമർശനമുയർന്നു. ഇത്രയും വലിയ കാര്യം നടന്നിട്ടും ശൈലജ എന്തുകൊണ്ട് നീതിയോട് കണ്ണടച്ചു എന്ന ചോദ്യം ഇപ്പോഴും അലയടിക്കുകയാണ്. ഹൈക്കോടതി മേൽനോട്ടത്തിലാണ് ഒടുവിൽ പുതിയ അന്വേഷണ സംഘത്തെ നിയമിച്ചതും പോക്സോ ചുമത്തി അന്തിമ കുറ്റപത്രം നൽകിയതും. ശിശുക്ഷേമ മന്ത്രിയും തൊട്ടപ്പുറത്ത് സാക്ഷാൽ മുഖ്യമന്ത്രിയും താമസിക്കുന്ന നാട്ടിലായിരുന്നു കേസ് അട്ടിമറിക്കാൻ പോലീസ് എല്ലാ കളികളും അന്ന് കളിച്ചത് എന്ന് ഓർക്കണം. 2020 ജനുവരിയിൽ നടന്ന സംഭവത്തിൽ 2020 മാർച്ച് 17-നാണ് പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ പോലും ചെയ്തത്. RSSകാരനായ പ്രതി കൺമുന്നിലുണ്ടായിട്ടും പോക്സോ കേസിൽ അറസ്റ്റ് ഉണ്ടായില്ല. പ്രതി ഒളിവിലായിരുന്നു എന്നായിരുന്നു പാനൂർ പോലീസിന്റെ മറുപടി. ജനകീയ പ്രക്ഷോഭങ്ങൾ ശക്തമായപ്പോൾ ഒരു മാസം തികയുന്നതിന് തലേന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. കെ ശൈലജയുടെ സ്വന്തം മണ്ഡലത്തിലായിരുന്നു ആ സംഭവം. മന്ത്രിയുടെ ഭാഗത്തു നിന്നും അനാസ്ഥയുണ്ടായി എന്ന വിമർശനം അന്ന് ഉയർന്നു. പോലീസ് ഇടപെടലുകളിൽ സംശയം ശക്തമായി. പീഡന വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് വിടുകയായിരുന്നു. പ്രതി റിമാൻഡിലായി 90 ദിവസം തികയുന്നതിന് തലേന്ന് കുറ്റപത്രം സമർപ്പിച്ചു. പാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ ഒഴിവാക്കി കുറ്റപത്രം നൽകിയതിനാൽ പ്രതിക്ക് ജാമ്യം കിട്ടി. ഇതേക്കുറിച്ച് വിവാദമുയർന്നപ്പോൾ ഇടക്കാല കുറ്റപത്രം എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നൽകിയ മറുപടി. വീണ്ടും വിവാദ പെരുമഴ വന്നു. അതിനിടയിലാണ് ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്തിന്റെ വിവാദ പരാമർശം പുറത്തു വന്നത്. അതിജീവത കള്ളം പറയുന്നു എന്നായിരുന്നു ആ പരാമർശം. 10 വയസ്സുകാരിയെ കുറിച്ച് കോടതി പോലും ക്രൈംബ്രാഞ്ച് ഇങ്ങനെ മറുപടി നൽകിയതിൽ ഞെട്ടിപ്പോയി. പീഡന തീയതി തെറ്റായി രേഖപ്പെടുത്തുവാനും സംഭവ സമയം പ്രതി സ്കൂളിൽ ഹാജരായില്ല എന്ന് മൊബൈൽ ടവർ ലൊക്കേഷനിൽ വെച്ച് തെറ്റിദ്ധരിപ്പിക്കുവാനും പോലീസ് ശ്രമം നടന്നു. പീഡനം നടന്ന ശുചിമുറി പോലും മറ്റൊന്നായി ചിത്രീകരിച്ചു. കുട്ടി സ്കൂളിൽ ഹാജരാകാത്ത ദിവസം ഹാജർ രേഖപ്പെടുത്തി. ഇങ്ങനെ ഒട്ടേറെ പഴുതുകളായിരുന്നു പോലീസ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. 5 വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ ദിവസം ശിശുദിനനാളിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി പിറ്റേന്ന് ശിക്ഷയും വിധിച്ചു. ബലാത്സംഗ കുറ്റത്തിന് പ്രതി 40 വർഷം തടവും ഇതിനുശേഷം പോക്സോ നിയമപ്രകാരം ജീവിതാവസാനം വരെ ജയിൽവാസവും അനുഭവിക്കണം. ഇപ്പോൾ ഉണ്ടായ ഹൈക്കോടതിയിൽ ഈ വിമർശനത്തിലൂടെ പുറത്തുവരുന്നത് പിണറായി സർക്കാരിന്റെ സ്ത്രീ സംരക്ഷണം പൂർണ്ണ പരാജയമെന്നും മറ്റൊന്ന് പ്രതി BJPയെ സഹായിക്കാനായിട്ട് അവർ കൂട്ടുനിന്നു എന്നുള്ളതുമാണ്.